പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. നീ എന്തെന്ന് പണിക്ക് പോയ? ഓഫീസിൽ ചേട്ടൻ വന്നിട്ടുണ്ടാവുന്നില്ലേ, അപ്പം അതുകൊണ്ട് പണിക്ക് പോകാൻ സുഖം ഉണ്ടാവുന്നില്ലേ? അതിന് നീ എന്തിനാ ലീവ് എടുക്കണേ? ആടെ ഓഫീസിലില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാനും പോയില്ലേ. അങ്ങേരെ ഓഫീസിലുണ്ടെങ്കിൽ ഒരു വൈബാ. നീ പോയില്ലേ? ഞാൻ പോയില്ലേ. ചേട്ടൻ എന്താ പറയണ്ടേ? അനിയത്തി വന്നിണ്ടായി, അതാ പോട്ടെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടൻ. ഇതന്നെ നീ പറഞ്ഞത്? ആ വൈബൊന്നുമില്ലല്ലോ, വന്ന് നിന്ന് പോ. അതെനിക്കറിയാണ്ട. കഴിച്ചാ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്നാ പുറത്ത് പോയിച്ചാല? വേണ്ട, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ. ഡേ, ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോണു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഏയ് അങ്ങനൊന്നുമില്ല. എന്തേ പെട്ടെന്ന് മുഖം മാറിയല്ല? ഒന്നുമില്ല. എനിക്ക് ചേട്ടൻ മനസ്സിലാവണില്ല. ദേവി ചിരിക്കുന്നു. പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടാ. ഒരുമാതിരി ബൈപ്പോളർ ഡിസോർഡർ പോലെ. എനിക്ക് ഭ്രാന്താണെന്നാണ്. അങ്ങനെയല്ല, പക്ഷെ കണ്ടുകഴിഞ്ഞാൽ അതുപോലൊക്കെ തോന്നും. എങ്ങനെ എങ്ങനെ? ബൈപ്പോളർ ഡിസോർഡർ പോലെ. ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ചേട്ടാ. അത് ചേട്ടാ എന്താ കാണിക്കണ? കൈ വേദന എടുക്കണ. വിട് വിട് വിട്.
സതീഷേട്ടാ ഒന്ന് വേഗം വരുമോ? ചേട്ടാ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുക. എനിക്ക് പേടി അയച്ചു വയ്യ. ബൈപ്പോളർ ഡിസോർഡർ തീവ്രമായ മാനസികാവസ്ഥ വ്യതിയാനത്തിന് ചുരുക്കി പറഞ്ഞ മൂഡ് സ്വിംഗ്. അതിന് കാരണമാകുന്നൊരു മാനസിക വൈകല്യം ഒരു വ്യക്തിയുടെ മനോനില, എനർജി, ആക്ടിവിറ്റി ലെവൽ എന്നിവയിൽ വ്യക്തമായ വ്യതിയാനങ്ങളുണ്ടാകും. അമിതമായി സന്തോഷിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ, ദേഷ്യം ഇതിലേക്ക് ചേഞ്ച് ആവുന്ന ഒരു തരത്തിലുള്ള മാനസികാവസ്ഥ. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസുഖത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരുടെ ചുറ്റുമുള്ളവർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതവരുടെ ജീവന് തന്നെ ആപത്താവുന്ന ഒന്നാണ്. ഇതൊരിക്കലും നിൻ്റെ ചേട്ടൻ്റെ പ്രശ്നമല്ല. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ ലക്ഷണം ചിലപ്പോൾ തനിക്കും ഉണ്ടാവാം. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? നൗ ഹീസ് ഫൈൻ. മനഃപൂർവ്വമല്ല, സോറി. ചേട്ടൻ പോയി കിടന്നോ, ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. ഇതിൻ്റെയൊക്കെ ലക്ഷണം ചിലപ്പോൾ നിനക്കും ഉണ്ടാവാം. ഇപ്പൊ പറഞ്ഞു വരുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ